വിദ്യാഭ്യാസ മന്ത്രി കസേരയിൽ നിന്നും പിടിച്ച് താഴെയിറക്കിയതിന്റെ ശത്രുത ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് മുൻ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. CJP സമരമാണ് മന്ത്രിയുടെ കസേര ഇളക്കിയതെങ്കിലും അതിന് പ്രചോദനമായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിയ പോരാട്ട വീര്യമാണ്. അതുകൊണ്ടാണ് അതിന്റെ കലിപ്പിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പൊട്ടിത്തെറിച്ചാണ് പ്രധാൻ പ്രതികരിച്ചത്. എന്നും കള്ളം മാത്രം പറയുന്ന വ്യക്തി എന്നാണ് രാഹുലിനെ പ്രധാൻ വിശേഷിപ്പിച്ചത്. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആശങ്കകളിൽ കോൺഗ്രസ് കണ്ണീർ നാടകം കളിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വിമർശനം. മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും എതിരായി ജാർഖണ്ഡിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാന്റെ ഈ പ്രസ്താവന. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ചേർന്നാണ് ജാർഖണ്ഡിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് തുടർച്ചയായി നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിക്ക് വസ്തുതകളില്ലെന്നുമാണ് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത്. പതിവായി നുണ പറയുന്ന പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിൽ വരാനോ മറുപടികൾ കേൾക്കാനോ താല്പര്യമില്ല. അവർക്ക് നുണകൾ പ്രചരിപ്പിക്കാനും മുതലക്കണ്ണീർ ഒഴുക്കാനും മാത്രമാണ് താല്പര്യമുള്ളതെന്നായിരുന്നു പ്രധാന്റെ ആക്ഷേപം. എല്ലാ വിഷയത്തിലും പത്രസമ്മേളനം നടത്തുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തതെന്താണെന്നും പ്രധാൻ ചോദിക്കുന്നുണ്ട്. ഈ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുകയും ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ബലം പ്രയോഗിക്കുന്നത് തെറ്റാണെന്നും സമാധാനപരമായി പ്രതിഷേധിക്കാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. സംഭാഷണങ്ങളിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂവെന്നും അതിനാൽ ജാർഖണ്ഡ് സർക്കാർ ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേട്ട് പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പ്രധാന്റെ വായടഞ്ഞുവെന്ന് വേണം കരുതാൻ. അമിത്ഷാ പാർലമെന്റിൽ നിന്ന് മുങ്ങി നടക്കുന്നത് പോലെ ആർക്കും പിടികൊടുക്കാതെ നടക്കില്ലെന്നും പറയാനുള്ളത് നേരിട്ട് വന്ന് പറയുമെന്നും അറിയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. നേരത്തെ ജാർഖണ്ഡിലെ പ്രതിഷേധത്തിൽ രാഹുൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് BJP ചോദ്യമുയർത്തിയിരുന്നു. രാഹുലിന് സെലക്റ്റീവ് മൗനമെന്നും BJP വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ പ്രതികരിച്ച് രംഗത്തെത്തിയത്. ജാർഖണ്ഡിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള എന്റെ സന്ദേശം വ്യക്തമാണ്. സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഏത് അക്രമത്തെയും ഞങ്ങൾ അപലപിക്കുന്നു. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. പ്രതിഷേധങ്ങൾ സമാധാനപരമായിരിക്കുന്നിടത്തോളം കാലം അതിനെതിരെയുള്ള അക്രമങ്ങളെ ഞങ്ങൾ എതിർക്കുന്നുവെന്നും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേട്ട് ഉടൻ പരിഹരിക്കാൻ ജാർഖണ്ഡ് സർക്കാർ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു. ജാർഖണ്ഡ് സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി വായ തുറക്കില്ലെന്ന് കരുതിയെടുത്ത് നിന്നാണ് പൊട്ടിത്തെറിച്ച് തന്നെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. അതേസമയം ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. സർക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ചർച്ചകൾ സമവായത്തിൽ എത്താത്തതോടെയാണ് വിദ്യാർത്ഥികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. JPSC പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങളായി തുടങ്ങിയ പ്രതിഷേധമാണ് സമവായമില്ലാതെ തുടരുന്നത്. 3 ദിവസങ്ങളായി നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. പഴയ നിയമസഭാ മന്ദിരത്തിൽ നിന്നും പുതിയ മന്ദിരത്തിലേക്കായിരുന്നു മാർച്ച്. മാർച്ചിനെ നേരിടാൻ പോലീസ് ബാരിക്കേഡുകളും മുള്ളുവേലികളും റോഡിൽ സ്ഥാപിച്ചിരുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ നിയമസഭയുടെ അകത്തും പ്രതിഷേധക്കാരെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമരം കൈവിട്ടു പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് അങ്ങ് ജാർഖണ്ഡിൽ നിന്നും വരുന്നത്.